നമസ്കാരം. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഉമ്മയായിട്ടുള്ള ഷെമി അടക്കം ഇപ്പോൾ മകനെതിരെ മൊഴി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ഇത്രയും കാലം ഈ അധികം കടം കൊടുക്കാനുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് അധികം അവരൊന്നും പുറത്തോട്ട് വന്നിരുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ വരുമ്പോഴാണെങ്കിൽ അധികം പ്രതികരിക്കുന്നില്ല. ഇവർ തന്നെ പറയുന്ന മൊഴി മാത്രമാണുള്ളത്. അതായത് ഈ സഹോദരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, അഫാൻ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തട്ടത്തുമലയിലുള്ള വീട്ടിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഉമ്മ മൊഴി നൽകി കഴിഞ്ഞു, അഫാൻ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു, തെളിവെടുപ്പ് പൂർത്തിയായി. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. അതായത് ആരൊക്കെയാണ്, അവരെത്രത്തോളം പൈസ ഞങ്ങൾക്ക് തരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ കേസ്, അതായത് ഈ ഒരു മർഡർ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ പോലീസിന് മുന്നിൽ അനവധി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കുടുക്കുള്ള അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ഈ അഫാൻ പറഞ്ഞ പോലെ ഈ 65 ലക്ഷം രൂപയൊക്കെ തന്നെ കടം വരാൻ വേണ്ടിയുള്ള ആഡംബരം ഇവ എന്താണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളതായിരുന്നു. അതായത് കാറ് കാണുന്നില്ല, കാറ് വാങ്ങിയെന്ന് പറഞ്ഞ് കാറ് കാണുന്നില്ല, ബൈക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് ബൈക്ക് വാങ്ങുന്നില്ല, ആ ബൈക്ക് കാണുന്നില്ല. എന്നാലും എങ്ങനെയും ഒരു 20-30 ലക്ഷത്തിനകത്ത് വരാനുള്ള, അല്ലെങ്കിൽ അഥവാ ബൈക്ക്, വീട് എന്നിവ വാങ്ങിയാൽ പോലും ഒരു 20 ലക്ഷത്തിനകത്ത് വരാനുള്ള കടം എങ്ങനെയാണ് ഈ 65 ലക്ഷം ആയെന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷെമി തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്, 35 ലക്ഷം രൂപ ഈ നമ്മുടെ റഹീം അറിയാതെ, ഷെമിയുടെ ഭർത്താവ് റഹീം അറിയാതെ 35 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കടം വാങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 35 ലക്ഷം രൂപ എവിടെ നിന്ന്, ആരിൽ നിന്ന് വന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആദ്യഘട്ടത്തിലും ആരും തന്നെ ഈ ഒരു കടം വാങ്ങി എന്ന പേരിൽ ആരും വന്നിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഷെമിയുടെ ഈ ഒരു പ്രതികരണം വന്നതിന് ശേഷമാണ് ഇപ്പോൾ അനവധി ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഷെമി ഞങ്ങൾക്ക് ഇത്രയും രൂപ പണം തരാനുണ്ട് എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഇപ്പോൾ റഹീം പറയുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ സത്യത്തിൽ പെട്ടിരിക്കുന്ന റഹീമാണ്. നേരത്തെയും നമ്മൾ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്, പലരും വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു മീഡിയ അറ്റൻഷൻ ഒക്കെ കുറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഇവരിലേക്ക് ഒരുപാട് പേര് പണം ചോദിച്ച് തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പണം ചോദിച്ച് അനവധി ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ചിലത് എനിക്ക് തോന്നുന്നു അവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് ചോദിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ വീട് വാഗ്ദാനം ലഭിച്ചല്ലോ, അതുപോലെ പണം വാഗ്ദാനമായി ലഭിച്ചിട്ടുണ്ടാകാമെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം അത്തരം ധനസഹായം ഒക്കെ തന്നെ ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ ആയിരിക്കാം പണം കടം തരണം എന്ന് തിരികെ തരണം. നമ്മൾ ഈ പണം കടം കൊടുത്തവരെ നോക്കുമ്പോൾ ചെറിയ തുകയല്ല, ലക്ഷങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഒരുപക്ഷെ കുറച്ചു 10,000 മാത്രമാണെങ്കിൽ ഒരുപക്ഷെ അവർ വേണ്ടാമെന്ന് വെക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ലക്ഷങ്ങളാണ് അവരുടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം റഹീമിനെ വേണ്ട, അല്ലെങ്കിൽ റഹീമിനെക്കാൾ വിശ്വാസം എനിക്ക് അഫാനെയാണ് എന്ന് ആ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ എന്ന് പറയുന്നത് അഫാൻ എന്ന ലോകത്ത് ജീവിക്കുന്ന ഒരാളെ പോലെയാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നല്ലോ, അത് എനിക്ക് ഒരു മോൻ പോയി ഒരു മോനെങ്കിലും തരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അഫാൻ എന്ന് പറയുന്ന ആ ലോകത്താണ് ഉമ്മ ജീവിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാനാണ് ആഗ്രഹവും. എന്തുകൊണ്ട് ഉമ്മ ഇപ്പോൾ ഈ ഷെമി ഇപ്പോൾ ഇത് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്രയും ദിവസം ഷെമി കരുതിയിരുന്നത് തനിക്ക് മാത്രമാണ് ഈ ഒരു, തന്നോട് മാത്രം ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഉണ്ട് എന്നല്ലേ. അത് മാത്രമല്ല മറ്റുള്ളവരോടും ഇങ്ങനെ ക്രൂരമായി ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് ഷെമി വ്യക്തമായി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഷെമി മനസ്സിലാക്കുമ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി താൻ കള്ളത്തരം പറയുന്നത് തന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ കൂടി അത് ബാധിക്കും. അതായത് ജീവിതത്തെ ഇപ്പൊ പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും. അതായത് ഇനി ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും ഇപ്പോൾ ഷെമിക്ക് 3 പേരുടെ സഹായമാണ് ആവശ്യമായി വരുന്നത്. അരയ്ക്ക് ഈ കഴുത്തൊക്കെ എപ്പോഴും വിറയ്ക്കുകയാണ്. അധികം വാ തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഷെമിക്കുള്ളത്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ദയനീയാവസ്ഥയിൽ നിൽക്കുന്ന ഷെമിയെ ഷെമിക്ക് മറ്റു ചുറ്റുമുള്ള ആൾക്കാരുടെ സഹായം കൂടി വേണം എന്നുള്ളിടത്തു നിന്നാണ് സത്യം പറയാമെന്ന് ഷെമി കരുതുന്നത് എന്നതാണ്. പിന്നെ ഇവിടെ ഈ തെളിവെടുപ്പിനൊക്കെ എത്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അഫാന്റെ മുഖഭാവങ്ങളും കാര്യങ്ങളും യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് കാര്യങ്ങൾ പോലീസുകാരോട് വിവരിക്കുന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ അഫാൻ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ വെറും ഈ പറഞ്ഞ പോലെ 23 വയസ്സ് മാത്രമാണ് പ്രായം. ഇപ്പോൾ പല കുറ്റവാളികളും നമ്മളിപ്പോൾ ഗ്രീഷ്മ എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായമാണ്, 23-24 വയസ്സ് മാത്രമാണ്. അപ്പോൾ അവൾക്കും ആണെങ്കിലും ഇപ്പോൾ ഇവിടെ അഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് ചിലർക്ക് കുറ്റബോധമുണ്ട്, അബദ്ധത്തിൽ അല്ലെങ്കിൽ ആ ചെയ്തു പോയതിന്റെ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതിന്റെ കുറ്റബോധമുണ്ട്. പക്ഷേ ഇന്നലത്തെ യാസർ പറയുന്നുണ്ട്, പക്ഷെ യാസർ പറയുന്നത് നമുക്ക് എത്രത്തോളം ശരിയാണെന്ന് കരുതാൻ കഴിയില്ല. കാരണം അത്രയും ജീവിച്ചു നിൽക്കുമ്പോൾ ഭാര്യയെ ക്രൂരമായി വർദ്ധിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ട് മരിച്ചപ്പോൾ പറയാണ് എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, അവളെല്ലോ ഉദ്ദേശിച്ചെന്ന് പറയുന്നു. ഇവിടെ ഇപ്പൊ ഈ
അഫാന്റെ കേസ് എടുക്കണമെങ്കിലും എനിക്ക് തോന്നുന്നു അവന്റെ മുഖത്ത് കാണുന്ന ഈ ഒരു ആത്മവിശ്വാസത്തിന് പിന്നില് ഇത്ര വർഷം ഞാൻ ജയിലിൽ കിടന്നാൽ കൂടി പോയി എനിക്ക് എത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ളത് അറിയാം. എനിക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് എനിക്കും പുറത്തിറങ്ങി നടക്കാം, ജീവിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ആയിരിക്കും. മാത്രമല്ല ഉമ്മയുണ്ട്, അവന്റെ എല്ലാമായ ഉമ്മയായിരുന്നു. ഉമ്മ മരിച്ചോ എന്നൊരു ഭയമായിരുന്നല്ലോ. അതായത് ഈ തട്ടത്തുമലയിലെ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ സെറ്റിലിരുന്ന് ഇവര് ഡിസ്കസ് ചെയ്യുകയാണ്, എന്ത് നമുക്ക് ചെയ്യാം, 50,000 രൂപയ്ക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഷെമി തന്നെയാണ് അഫാനോട് പറയുന്നത്, ഇനി ആത്മഹത്യയല്ല, ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്ന്. ആ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് ഷെമിയുടെ മൊഴിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് ഈ അഫാൻ ഷെമിയുടെ കഴുത്ത് ഈ തലയിൽ കിടന്ന മുസ്ലിംസ് ആണല്ലോ, അപ്പോൾ തലയിൽ കിടന്ന ഷോള് തന്നെ ഉപയോഗിച്ച് എന്നാൽ ഉമ്മ പൊക്കോളൂ, ഞാനും അനുജനും പിന്നാലെ വന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുത്ത് നെരിച്ച് കൊല്ലുന്നതും തറയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതും തറയിൽ തന്നെ തല ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ബോധം പോവുകയായിരുന്നു. പിന്നീടാണ് ഈ അഫ്വാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ പറയുന്നത്, എന്റെ ഉമ്മ പോയടി എന്ന് ആക്രോശിച്ചാണ് അത്ര മുത്തശ്ശിയുടെ തലയ്ക്കടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇതൊക്കെ തന്നെ അഫ്വാൻ പറഞ്ഞ മൊഴിയിൽ നിന്നും പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് പോകുന്ന മാമൻ ഈ വല്യച്ഛനെ വല്യുപ്പയും വല്യുമ്മയും കൊല്ലുന്നു. അതിനുശേഷം വീണ്ടും ഈ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന ഫർസാനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ബൈക്ക് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അഫാൻ ചോദിച്ചത്രേ, നമ്മൾ ഈ ബൈക്ക് ഇടിച്ച് മരിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ ബൈക്ക് ഇടിച്ച് മരിച്ചാൽ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ ഫർസാന പറയുന്നു, ഞാനും ഒപ്പം മരിക്കും എന്നാണ് അത്രേ ഫർസാന പറയുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്, വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നത്, മുകളിൽ നിലയിൽ ഇരിക്കുന്നതും ഉമ്മയോട് ഉമ്മ അടക്കം കൊല്ലപ്പെട്ടു എന്ന ഇക്കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്നത്. താഴെ നിലയിലേക്ക് വരുമ്പോഴാണ് ഉമ്മയുടെ കണ്ണ് തുറന്നിരിക്കുന്നത് കണ്ടത്. വീണ്ടും തലക്കടിക്കുന്നു, വീണ്ടും അടയാത്ത കണ്ണ് വീണ്ടും മുറുകെ അടയ്ക്കുന്നു. അങ്ങനെയാണ് ഉമ്മയുടെ ബോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതാണ് ഉമ്മ പറയുന്നത്. ശേഷമാണ് അനിയനെ വന്ന് ഇത്രയും സ്നേഹിച്ച അനിയനോടും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. എപ്പോഴും ഒരു മരണമൊക്കെ തന്നെ അനിയന് മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ നമുക്കറിയില്ല, പലരും പല രീതിയിലുള്ള സ്വഭാവങ്ങളാണല്ലോ. ഇപ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് എല്ലാം അങ്ങനെ ഓപ്പണായി പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നാൽ ഒന്നുമേ പറയണ്ട, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ കാര്യം തന്നെയാണ്, കുടുംബകാര്യങ്ങൾ കുടുംബകാര്യത്തിൽ പേഴ്സണലായി തന്നെ നിൽക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ഒന്നും ഷെയർ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ അഫാനും ഫർസാനയും ഈ അഫാന്റെ അനിയനും ഒക്കെ തന്നെ അഫ്സാനും ഒക്കെ തന്നെ അങ്ങനത്തെ ഉള്ളൊരു ആൾക്കാർ. സ്വന്തം അച്ഛനോട് പറയുന്നില്ല, തങ്ങളുടെ വീട്ടിലെ ഇത്രയും വലിയ കടം സ്വന്തം അച്ഛനോട് പറയുന്നില്ല, പിന്നെയാണോ മറ്റാൾക്കാരോട് എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഈ ഫർസാനെ കൊന്നതിന് ശേഷം അതായത് ഇതെല്ലാം അഫാൻ പറയുമ്പോഴും ഇപ്പൊ അഫാന്റെ മൈൻഡിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മയുണ്ട് എനിക്ക് എന്നുള്ളതാണ്. ഉമ്മ എനിക്കുണ്ട്, ഞാൻ എപ്പോ ചെന്നാലും ഉമ്മ എനിക്ക് അവിടെ പുറത്തുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കഴിഞ്ഞ ദിവസം റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ടോക്ക് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, നമ്മുടെ മലയാള വാർത്ത ഇൻസൈഡിന് നൽകിയ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, 48 വയസ്സ് വരെ, അതായത് ഇപ്പോൾ 23 വയസ്സ് മാത്രം പ്രായമാണല്ലോ ഈ അഫാനുള്ളത്, അതുകൂടി പരിഗണിച്ച് ഒരു പക്ഷേ ഇപ്പോൾ 5 പേരുടെ കൊലപാതകം ഒരു കൊലപാതക ശ്രമമല്ലേ, ഈ 5 പേരുടെ കൊലപാതകത്തിന് സെപ്പറേറ്റ് ആയിട്ട് ജീവപര്യന്തം ലഭിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴും 48 വയസ്സാകുമ്പോഴേക്കും ഒരു പക്ഷേ അഫാൻ പുറത്തിറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അഫാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അഫാന് പുറത്ത് ഉമ്മയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും ഉമ്മ പറഞ്ഞ വാക്കുകളും അങ്ങനെ തന്നെയാണ്, അഫാൻ എനിക്ക് വേണം, എനിക്ക് അവനിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളതെന്നാണ്. അപ്പോൾ ഇതിൽ വരുന്ന കമന്റ് ഒക്കെ താഴെ നോക്കുമ്പോഴത്തേക്കും കമന്റ് പറയാണ്, ഇറങ്ങട്ടെ, അവൻ ഇറങ്ങട്ടെ, ബാക്കിയുള്ള ഉമ്മയെ റഹീമിനെയൊക്കെ കൊല്ലട്ടെ. സത്യത്തിൽ അഫാൻ ഇനി ഇറങ്ങുകയാണ്, കുറ്റപ്പെടുത്തുകയാണെങ്കിൽ റഹീമിനെ ആയിരിക്കും കേട്ടോ ആദ്യം തീർക്കുക. മാത്രമല്ല അഫാൻ പറഞ്ഞിരുന്നു, ഉമ്മയെയും അനിയനെയും ഈ ഫർസാനെയും കൊന്നതിൽ തനിക്ക് ഏറ്റവും കൂടുതൽ കുറ്റബോധമുണ്ട്, പക്ഷെ വല്യുപ്പയും വല്യുമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൊന്നതിൽ യാതൊരുവിധ കുറ്റബോധവും ഇല്ല, പക തീരുന്നില്ലെന്നും പറഞ്ഞിരുന്നു. ഇതിലിപ്പോ ഷെമിയുടെ അവസ്ഥ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസമാണ് മൊഴി നൽകിയത്, അതിനുശേഷം ആരോഗ്യനില ഇച്ചിരി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അഫാൻ ഏതെങ്കിലും കാലത്ത് ഈ സമയം ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും ഉമ്മയുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അങ്ങനെ ഈ റഹീമിന്റെ ഒരു അവസ്ഥ അദ്ദേഹം സ്വന്തം നാട്ടിൽ തന്നെയാണ്, വെഞ്ഞാറമൂട് തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന് പക്ഷെ അങ്ങ് കുടുംബ വീട്ടിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹം ഈ ഒരു കെയർ ഹോമിൽ തന്നെയാണ്, ഷെമിയുടെ ഒപ്പം തന്നെയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊപ്പം തന്നെയാണ് ഉണ്ടാകേണ്ടത്. അദ്ദേഹം പറഞ്ഞിരുന്നു തിരിച്ചൊന്നും ഇനി പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ആ മൊഴി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ പോലും അദ്ദേഹം കാണേണ്ടി വന്നതാണ് അവരുടെ ഒരു അവസ്ഥ. ഏതായാലും നിലവിലിപ്പോ ഒരു
ടീം മാത്രമാണ് പൈസക്കായിട്ട് സമീപിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് വ്യക്തമല്ല. ഇനി അതായത് റഹീം പറയുന്നത് ഈ 35 ലക്ഷം രൂപ ഷെമിയോട് ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് ജീവനിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ, അല്ലെങ്കിൽ ജീവനിൽ കൊക്കിനിൽ ജീവനം ഉണ്ടെങ്കിൽ ഞാൻ അത് നൽകാം എന്നാണ് റഹീം പറയുന്നത്. ഇവിടെ റഹീമിന്റെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, റഹീം ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും ആ ഉമ്മ പറയുന്നത് എനിക്ക് റഹീമിൽ വിശ്വാസമില്ല, എനിക്ക് അഫാനെയാണ് വിശ്വാസം എന്നാണ്. ഒരു പക്ഷേ റഹീമിന്റെ കടം വന്ന സമയത്ത് ഒരു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് കുടുംബം നോക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം, അന്ന് ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം. അത് ആ ഉമ്മയും മക്കളും ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളോ ദുരന്തങ്ങളോ എന്താണെന്ന് നമുക്കും അറിയില്ലല്ലോ. ഒരു വിഷയത്തിന് രണ്ട് വശങ്ങളും ഉണ്ടല്ലോ, എല്ലാവർക്കും ഇടയിലും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അറിയില്ല എന്താണ് ആ ഉമ്മയും മക്കളും സഹിച്ചതും അനുഭവിച്ചതും എന്നുള്ളത്. പിന്നീട് വരുമ്പോൾ ഇപ്പോഴും റഹീം മാത്രമേ ഉള്ളൂ ഈ ഉമ്മയ്ക്ക്, എന്തിനും ഏതിനും റഹീം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോലെ ഇനി കടം കൊടുക്കാനുള്ള ആരെങ്കിലും ഇനി മുൻപോട്ട് വരുമോ അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് പരാതിയായിട്ട് വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം പോലീസും ഇവർക്ക് എങ്ങനെ ഇത്രയും സാമ്പത്തിക ബാധ്യത വന്നു, അതിനുള്ള ഒരു സോഴ്സ് എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതിനൊന്നെങ്കിൽ കൃത്യമായിട്ട് ഷെമി തന്നെ പറയണം ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ അഫാനും പറയണം ഇവിടെ നിന്നാണ് ഇത്തരം കടങ്ങൾ വന്നിട്ടുള്ളതെന്ന്. ഇനി ആരെങ്കിലും മുൻപോട്ട് വരുമോ എന്ന് അറിയില്ല. ഏതായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞാൽ ആ ഉപ്പയാണ്, ആ ഒരു അച്ഛനാണ് ഇപ്പോൾ അവിടെ ഏറെ മനസ്സ് തകർന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ജീവിക്കും വേണം, അദ്ദേഹത്തിന് ഓരോ ദിവസം കടന്നു പോകും വേണം. ഇത്രയും വേദനയിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു വീട് ഒരു പ്രമുഖ ചാനൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും എന്തായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളെല്ലാം തന്നെ വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.